ആന്തൂരിലെ UDF നാമനിർദ്ദേശ പത്രികയിൽ വ്യാജ ഒപ്പ് സംഭവത്തിൽ പരാതിയുമായി വോട്ടർ. കൊടലൂർ വാർഡിൽ UDF സ്ഥാനാർത്ഥിയെ പത്രിക നൽകിയ VK ഷമീമയ്ക്കെതിരെയാണ് പരാതി നൽകിയത്. പേരും ഒപ്പും വ്യാജമായി ഉപയോഗിച്ച് UDF സ്ഥാനാർത്ഥി പത്രിക നൽകിയെന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി സന്തോഷ് കൂടി ചേർന്നുണ്ട്. സന്തോഷ്, ആരാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്? നാമനിർദ്ദേശം ചെയ്ത ആളുടെയാണ് വ്യാജ ഒപ്പ് നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, ആന്തൂർ നഗരസഭയിലെ കോടല്ലൂർ വാർഡിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥിയുടെ ഷമീമയുടെ പത്രിക ഈ പരിശോധനയിൽ തള്ളിയിരുന്നു. കാരണം നിർദ്ദേശകനായി ഒപ്പിട്ടയാൾ അത് വ്യാജ ഒപ്പാണെന്ന് നിർദ്ദേശകൻ തന്നെ ഈ പുനഃപരിശോധന സമയത്തെത്തി അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നായിരുന്നു പത്രിക തള്ളിയിരുന്നത്. ഈ സ്ഥലത്തെ തളിപ്പറമ്പ് പോലീസിൽ ഇപ്പോൾ കോടല്ലൂർ സ്വദേശിയായ KP കൃഷ്ണനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ KP കൃഷ്ണന്റെ പേരും ഒപ്പുമായിരുന്നു നാമനിർദ്ദേശ പത്രികയിൽ നിർദ്ദേശകൻ എന്നുള്ള രീതിയിൽ കോടല്ലൂർ വാർഡിലെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായ VK ഷമീമ ഉപയോഗിച്ചിരുന്നത്. അതായത് കൃഷ്ണന്റെ അറിവില്ലാതെയാണ് കൃഷ്ണന്റെ പേരും കൃഷ്ണന്റെ ഒപ്പും ഈ പറയുന്ന നാമനിർദ്ദേശ പത്രികയിൽ നിർദ്ദേശകൻ എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തിയത്. അത് ആ സമയത്ത് തന്നെ അതിന്റെ ഈ കൃഷ്ണന്റെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ പുനഃപരിശോധനക്കായി വിളിച്ച സമയത്ത് താൻ അങ്ങനെ ഒരു ഒപ്പിട്ടിട്ടില്ല, വ്യാജ ഒപ്പാണ്, നിർദ്ദേശിക്കുന്നില്ല സ്ഥാനാർത്ഥിയെ എന്നുള്ള രീതിയിൽ അറിയിച്ചത് കൊണ്ട് ആ സമയത്ത് തന്നെ ഈ പത്രിക തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ KP കൃഷ്ണൻ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. തന്റെ പേരും ഒപ്പും വ്യാജമായി ഉപയോഗിച്ച് പത്രിക നൽകിയ VK ഷമീമയ്ക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ഈ ഒരു പരാതിയിൽ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം തന്നെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആളുകൾ ഫോണിൽ വിളിച്ച് നിരന്തരം ഭീഷണി മുഴക്കുകയാണെന്നും അതുകൊണ്ട് അത്തരക്കാർക്കെതിരെ കൂടി നടപടിയെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനും ലീഗിനും UDFനും ഒന്നാകെ ഇത് ആന്തൂരിൽ ഇപ്പോൾ വലിയ നാണക്കേടായിരിക്കുകയാണ്. നേരത്തെ തന്നെ വ്യാജ ഒപ്പിട്ടതിന്റെ പേരിൽ പത്രിക തള്ളിയത് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വോട്ടർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. ശരി, ആന്തൂരിലെ UDF നാമനിർദ്ദേശ പത്രികയിൽ വ്യാജ ഒപ്പ് സംഭവത്തിൽ പരാതിയുമായി വോട്ടർ. നേരത്തെ ഇത്തരത്തിൽ വ്യാജ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ഇപ്പോൾ ആ വോട്ടർ തന്നെ പരാതി പോലീസിനെ അറിയിച്ചിരിക്കുകയാണ്. സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.